പറഞ്ഞു നമ്മൾ മുഷിഞ്ഞു. ആരെന്താ സലഫി ഫെസ്റ്റ്, അതാണ് വലിയ കേമമായിട്ട് ഉള്ളത്. വലിയ കാര്യത്തിൽ മുസ്ലിയാക്കുമാർ ഇങ്ങനെ കൊണ്ടു തെറ്റിദ്ധരി സലഫി ഫെസ്റ്റ്. കാര്യം എന്താ, തെറ്റിദ്ധരിപ്പിക്കുക എളുപ്പമുള്ളൊരു വാക്ക് കിട്ടി. സലഫി ഫെസ്റ്റ് മുജാഹിദികൾ വർഷാവർഷം നടത്തുന്ന ഒരു ഫെസ്റ്റാണത്. മുജാഹിദികൾ നടത്തുന്ന ഫെസ്റ്റ് തെറ്റിദ്ധരിപ്പിക്കുക. ഒരു സ്കൂളിൽ നടന്ന കലോത്സവം, അങ്ങനെ ഞാൻ പറയുമ്പോൾ അത് ഗൗരവം കുറച്ച് പറയല്ല, അത് തെറ്റാണ്, കുറ്റകരമാണ്, ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാൽ അത് ചെയ്തത് മടവൂരികളാണ്. മടവൂരികൾ ചെയ്തതാണെന്ന് പേരോട് മുസ്ലിയാർ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ കാക്കനാട് CD കൃത്യമായി ആ ക്ലിപ്പ് കാണിക്കണം, എല്ലായിടത്തും ഞാൻ കാണിക്കുന്നതുമാണ്. ഇനി സ്കൂളിൽ നടക്കുന്ന കലോത്സവങ്ങളൊക്കെ ഓരോ പണ്ഡിതൻ ഓരോ സംഘടനയുടെ പേരിൽ വെക്കുകയാണെങ്കിലോ, ഇവിടെ ഈക്കക്കാരൻ നടത്തുന്ന സ്കൂളിൽ ഞാൻ നടക്കണില്ലേ? അതിലും വലുത് നടക്കണില്ലേ? മടവൂരിൽ നടത്തുന്ന സ്കൂളിൽ നടന്നതാണ്, അവിടെ സ്കൂളിൽ നടന്ന കലോത്സവമാണ് ഇവിടെ കാണിക്കുന്ന ഡാൻസും പാട്ടും ഘോഷയാത്രയും. അതൊക്കെ സലഫികളും മുജാഹിദുകളുടെയും പേരിൽ വെച്ച് കെട്ടാനാണ് ഭാവമെങ്കിൽ ഈക്കക്കാർ സ്കൂളിൽ നടത്തുന്നതൊക്കെ നമുക്ക് എടുത്തിട്ട് കണ്ട് EK ഫെസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റുമോ? എന്തൊക്കെ നടക്കുന്നത് കണ്ടോളൂ. ഈക്കക്കാർ സ്കൂളിൽ നടക്കുന്നതാണ് കാണാൻ പോകുന്നത്. പൈസ സക്കാഫിക്കുണ്ട്, കെട്ടികളുണ്ട്. മുസ്ലിയാരല്ലേ കണ്ട, കെട്ടികളൊക്കെ ആയിട്ട് ഭാര്യയൊക്കെ ഉണ്ടേണ്ട. ഇതൊക്കെ നമ്മളിങ്ങനെ എന്തൊക്കെ പറയാം കണ്ടോ, ഇങ്ങനെ എന്തൊക്കെ കാണിക്കാം. ഈ ഒരുപാട് നമ്മളെ അതിനകത്ത് കുറേ കാണിക്കാൻ പറ്റുന്ന ഭാഗം മാത്രമേ ഒരുപാടുണ്ട്. ഇവരാണെങ്കിൽ നേരെ അതിനകത്ത് കാണിക്കാൻ പറ്റാത്ത എന്തൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ടില്ലേ. ഇത് MIC ഇവിടെ മാലിക് ബിൻ ദീനാറിന്റെ പേരിലുള്ള സ്കൂളിൽ നടക്കണതാ. നമ്മളെടുത്തുകൊണ്ട് വന്നിട്ട് കണ്ടോ ഫെസ്റ്റ്, EK ഫെസ്റ്റ് എന്ന് പറഞ്ഞ കുറേ ഫെസ്റ്റ് ഇങ്ങനെ നമുക്ക് എത്ര നേരം ഇടാന്നറിയോ? ഞങ്ങൾക്ക് ക്ലിപ്പിന് ക്ഷാമമില്ല, പക്ഷെ സക്കാഫികൾക്ക് ഭയങ്കര ക്ഷാമ, ദാരിദ്ര്യത്തിലാരത, പല ക്ഷാമങ്ങളും മനുഷ്യന്മാരെ അനുഭവിച്ചു. ക്ലിപ്പ് ദാരിദ്ര്യം ഭയങ്കരമാണ് ഇവർക്കിടയിൽ. എല്ലാ സക്കാഫിമാരും ഒന്ന് തന്നെ ഇങ്ങനെ തിരിച്ചും മറിച്ചിടുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിപ്പോൾ മാലിക് ബിൻ ദീനാറിന്റെ പേരിലുള്ള സ്കൂളിൽ നടന്ന. ഇനി ഉള്ളാൾ തങ്ങൾ ദുആ ചെയ്ത് നടത്തുന്ന സ്കൂള്, ഉള്ളാൾ മദനി സ്കൂള് ഇന്നും കാണാം. ഉള്ളാളി പോയാൽ ആ സ്കൂള്, ആ ഉള്ളാൾ മദനി സ്കൂളിൽ ഉള്ളാൾ തങ്ങൾ ദുആ ചെയ്ത് നടത്തുന്ന പരിപാടി, ഉള്ളാൾ തങ്ങൾ ദുആ ചെയ്ത് നടത്തുന്ന പരിപാടി. നിങ്ങൾ ഉള്ളാൾ ഫെസ്റ്റ്, ആ ഉള്ളാൾ ഫെസ്റ്റ് കണ്ടോളൂ. ಅಬ್ದುಲ್ ರಜಾಕ್ ಅವರು ಕೂಡ ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ, കണ്ടോ ഔറത്ത് മറക്കാത്ത സ്ത്രീകളാണ്, ഔറത്ത് മറച്ച സ്ത്രീകളാണല്ലോ അല്ലേ? കണ്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ വരിക. ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಮಾಜಿ ಉನ್ನತ ಶಿಕ್ಷಣ ಸಚಿವರಾದ ಕನ್ನಡ ಪ್ರೊಫೆಸರ್ MB ಅಬ್ದುಲ್ ರಹಮಾನ್, ಉಳ್ಳಾಳ ಕ್ಷೇತ್ರದ ಜನಪ್ರಿಯ ಮಾಜಿ ಶಾಸಕರಾದ ಜನಾಬ್ UB ಖಾದರ್ ಅವರು ನಮ್ಮೊಟ್ಟಿಗೆ ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. ഹസ്രത്ത് സയ്യിദ് മദനി സ്കൂളാ, ഹസ്രത്ത് സയ്യിദ് മദനി സ്കൂൾ വലിയ ശൈഖിന്റെ പേരുള്ള സ്കൂളാ, താജുൽ ഉലമ ഇരിക്കണം. ഫാത്തിഹ വിളിക്കാം, തുടങ്ങണമല്ലോ ബർക്കത്തായിട്ട് അൽ ഫാത്തിഹ അടിക്കാം. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. وفقنا من القوة إلا به إلى حضرات أرواح الأطفال الأولاد. പാഴ്സല വൈല ഹദറാത്തി, പാഴ്സലൊക്കെ എല്ലാവർക്കും പാഴ്സല വൈല ഹദറാത്തി.
പാഴ്സൽ അയച്ചതാണ്. വൈലാഹലറത്തിയാണ് പാഴ്സൽ അയക്കട്ടെ. ദുആ ചെയ്തെടുത്ത അതേ സ്റ്റേജാ. ഉള്ളാൾ ഫെസ്റ്റ് ആണ്. പാഴ്സൽ എല്ലാവർക്കും പാഴ്സലേക്കാണ്. അതേ പരിപാടിയാണ്. ഉള്ളാൾ തങ്ങൾ ഫെസ്റ്റാണ്. ഉള്ളാൾ ഫെസ്റ്റ്. പെൺകുട്ടികളുടെ ആട്ടവും കൂത്തും ഒക്കെ ഉണ്ട്. ഉള്ളാൾ ഫെസ്റ്റാണ്. താജുലുലമ ഉള്ളാൾ. മതി അടുത്തേക്ക് കണ്ടോ. അപ്പോ മാന്യ സഹോദരങ്ങൾ, ഇതിങ്ങനെ കാണിക്കുന്നല്ലോ. DVD സാധനം, CD പോലല്ല, DVD ആണ്. കുറേ കാണിക്കണ്ട്. അത് വളരെ സംരക്ഷണമായത്, വളരെ കാണിക്കാൻ പറ്റിയത്, ആ രൂപത്തിൽ മനുഷ്യന്മാർ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയത്, അല്ലാതെ ഏറ്റവും കണ്ട്രി എടുത്തുകൊണ്ട് വന്നിട്ട് അവതരിപ്പിച്ചല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ ഓരോ സ്കൂളിൽ നടക്കും ഉള്ളാൾ ഫെസ്റ്റ്. കണ്ടാ, ഇതൊക്കെ അല്ലേ ഇവർ നടത്തുന്നത്? നമുക്ക് ചോദിച്ചൂടെ? എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം മടവൂരികൾ സലഫി ഫെസ്റ്റ് നടത്തിയാലും, AP സുന്നികൾ ഉള്ളാൾ ഫെസ്റ്റ് നടത്തിയാലും, EK സുന്നികൾ MIC ഫെസ്റ്റ് നടത്തിയാലും എല്ലാം തെറ്റാണ്, കുറ്റകരമാണ്. ചെയ്യാൻ പാടില്ല. എന്തിന്റെ പേരിലാണെങ്കിലും, സ്കൂളിന്റെ പേരിലാണെങ്കിലും വേറെ എന്തിന്റെ പേരിലാണെങ്കിലും അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അത് ബോധ്യപ്പെടുത്താൻ അത് കൃത്യമായി പറയുന്നു. അത് തെറ്റാണ്, കുറ്റകരമാണ്. അത് ഈ രൂപത്തിൽ മാന്യ സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കരുത്. മുസ്ലിയാക്കന്മാർ ഇപ്പൊ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ സലഫി ഫെസ്റ്റ്, മുജാഹിദുകൾ വർഷാവർഷം നടത്തുന്ന ഒരു ഫെസ്റ്റാണ്, മുജാഹിദിലെ ഫെസ്റ്റാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. മാന്യ സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനം അള്ളാഹുവിന്റെ തൗഹീദ് പറയാനും പഠിപ്പിക്കാനും അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി ഈ സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കാനും വേണ്ടി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, ആദർശ പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ ആദർശപരമായി തോൽപ്പിക്കാൻ, പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് വരുമ്പോൾ ഈ രൂപത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ വ്യാജമായ പ്രഖ്യാപനങ്ങളുമായി സക്കാഫികൾ ഊരു ചുറ്റുമ്പോൾ കൃത്യമായി നിങ്ങൾ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം. അവരോട് പറയാനുള്ള മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർ